അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 30 തിങ്കളാഴ്ച. സ്വർണവും ഹവാല പണവും കടത്തുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 വർഷത്തിനിടെ പോലീസ് നടത്തിയ പരിശോധനയിൽ ഉണ്ടായ അസ്വാരസ്യങ്ങളാണ് CPM RSS ബന്ധമെന്ന ആരോപണത്തിന് പിന്നിലെ പ്രധാന പ്രേരക ഘടകമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 5 വർഷത്തിനിടെ മലപ്പുറത്ത് കോടികളുടെ സ്വർണവും ഹവാല പണവും പോലീസ് പിടികൂടിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ ADGPയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ സ്വർണ്ണക്കടത്ത് തടയുന്ന സർക്കാർ പ്രവർത്തനം ഇല്ലാതാക്കാനും മതന്യൂനപക്ഷങ്ങളെ LDFിൽ നിന്ന് അകറ്റാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്ക് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന് ആവർത്തിച്ച് PV അൻവർ MLA. സ്വർണ്ണക്കടത്തും ഹവാല പണവും പിടിച്ചതിലുള്ള അസ്വസ്ഥതയാണ് തനിക്കെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി തലയ്ക്ക് വെളിവില്ലാതെ ഇങ്ങനെ പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാകാത്തതുകൊണ്ടല്ലെന്നും മുഖ്യമന്ത്രി കരുതിക്കൂട്ടി പറയുകയാണെന്നും ബോധ്യപ്പെടേണ്ട സമയമൊക്കെ കഴിഞ്ഞുവെന്നും അൻവർ പറഞ്ഞു. ഈ നിമിഷം വരെ പാർട്ടിയെ തള്ളിപ്പറഞ്ഞിട്ടില്ലെന്നും പോലീസ് കാരണം പാർട്ടിക്കുണ്ടായ തളർച്ച സൂചിപ്പിച്ചപ്പോൾ തന്നെ കള്ളനാക്കാനാണ് മുഖ്യമന്ത്രി വന്നതെന്നും അത് താൻ സഹിക്കില്ലെന്നും വർഗീയവാദി അല്ല എന്ന് തെളിയിക്കേണ്ടത് തന്റെ അധിക ബാധ്യതയെ വന്നിരിക്കുകയാണെന്നും അൻവർ വ്യക്തമാക്കി. മലപ്പുറം കക്കടാംപോയിൽ PV അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള PVR നാച്ചുറൽ പാർക്കിലെ തടയണകൾ പൊളിച്ചു നീക്കാൻ കൂടരഞ്ഞി പഞ്ചായത്ത് നടപടി തുടങ്ങി. കാട്ടരുവിയുടെ ഒഴുക്ക് തടഞ്ഞുള്ള നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാൻ ടെൻഡർ വിളിക്കാൻ CPM ഭരിക്കുന്ന പഞ്ചായത്ത് അടിയന്തര യോഗം ചേർന്ന് തീരുമാനിച്ചു. അൻവർ CPMുമായി അകന്നതോടെയാണ് പഞ്ചായത്ത് അതിവേഗം നടപടിയിലേക്ക് കടന്നത്. PV അൻവർ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നുവെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. 5 നേരം നിസ്കരിക്കുന്നതിനാലാണ് അൻവറിനെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുന്നത് എന്നത് കള്ളപ്രചാരണമാണെന്നും ഈ തുറുപ്പുചീട്ട് അദ്ദേഹം ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നും ബാലൻ പറഞ്ഞു. അൻവർ പറഞ്ഞ 4 കാര്യങ്ങളിലും മികച്ച ഉദ്യോഗസ്ഥരെ വെച്ചാണ് അന്വേഷിക്കുന്നതെന്നും റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കാമായിരുന്നില്ലേ എന്നും ബാലൻ ചോദിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണെന്ന് രമേശ് ചെന്നിത്തല. ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ അൻവറിനെതിരെ കേസെടുക്കുന്നു. കേസും നടപടികളുമെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്നും PV അൻവർ എന്ന വ്യക്തിയല്ല ഉയർത്തിയ വിഷയമാണ് പ്രധാനമെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. PV അൻവറിനെതിരെ ആരോപണവുമായി ശോഭാ സുരേന്ദ്രൻ. കള്ളക്കടത്ത് സംഘത്തിലെ സ്വത്ത് വിഭജന തർക്കത്തിന്റെ ബാക്കിയാണ് ഇപ്പോൾ കാണുന്നതെന്നും വെട്ടിപ്പും തട്ടിപ്പും നടത്തിയ അൻവറിന്റെ വാക്കുകൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കേണ്ടതാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പല പേരുകളിലും ഘടകങ്ങളിലും സ്ഥാനങ്ങളിലുമായി ഇനിയുമേറെ അൻവർമാർ അവശേഷിക്കുന്നുണ്ടെന്ന് CPM ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ വിമർശനം. ഇവർ പാർട്ടിയെയും പാർട്ടി വഴി അധികാരവും ഉപയോഗിച്ച് തഴച്ചു വളരുകയാണെന്നും ഓരോ ഘട്ടങ്ങളിലായി ഇവരെല്ലാം പാർട്ടിയെയും വളർത്തിയവരെയും തിരിഞ്ഞുകൊത്തുമെന്നും പ്രതിനിധികൾ താക്കീത് നൽകി. കാലാകാലങ്ങളിൽ ഇത്തരം കടന്നുകയറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇത്രയും വിപത്താദ്യമാണെന്നും പ്രതിനിധികൾ പറഞ്ഞു. നിലമ്പൂരിൽ PV അൻവർ MLA നടത്തിയ വിശദീകരണ യോഗത്തിലെ ജനപങ്കാളിത്തം ഇടതുപക്ഷത്തെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഇത്തരമൊരു പ്രശ്നത്തിൽ യോഗം വിളിച്ചാൽ അത് CPMനെതിരാണെങ്കിൽ കൂടുതൽ ആളുകൾ വരുമെന്നും അത് താൽക്കാലികം മാത്രമാണെന്നും TP രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. PV അൻവർ MLA ഇന്ന് കോഴിക്കോട് നടക്കുന്ന പൊതുയോഗത്തിൽ സംസാരിക്കും. മുതലക്കുളം മൈതാനത്ത് വൈകിട്ട് 6:30ക്കാണ് പരിപാടി. മാമി തിരോധാന കേസ് വിശദീകരണ യോഗത്തിലാണ് അൻവർ പങ്കെടുക്കുക. അതിനിടെ ഫോൺ ചോർത്തൽ കേസിൽ PV അൻവറിനെ പോലീസ് ചോദ്യം ചെയ്തേക്കും. ഈ ഓണം 100ാം ഓണം സെലിബ്രേറ്റിംഗ് 100 years ഓഫ് പുളിമൂട്ടിൽ സിൽക്സ്. യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞ് സുപ്രീം കോടതി. കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് സിദ്ദിഖിന്റെ അറസ്റ്റ് 2 ആഴ്ചത്തേക്ക് തടഞ്ഞുകൊണ്ട് കോടതി ഉത്തരവുണ്ടാകുന്നത്. നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോനെതിരെ ലൈംഗിക പീഡന പരാതി. ആലുവ സ്വദേശിനിയായ നടി പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് പരാതി നൽകിയത്. പരാതി DGPക്കും കൈമാറിയിട്ടുണ്ട്.
ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വിളിച്ചു വരുത്തുകയും ശേഷം ഹോട്ടലിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നുമാണ് പരാതിയിലുള്ളത്. നടൻ മുകേഷിനെതിരെ പരാതി നൽകിയിട്ടുള്ള നടിയാണ് ഇപ്പോൾ ബാലചന്ദ്ര മേനോനെതിരെയും പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ കേസ് കോട്ടയത്ത് രജിസ്റ്റർ ചെയ്തു. കൊല്ലം സ്വദേശിയായ മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് മാനേജർക്കെതിരെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. അപമര്യാദയായി പെരുമാറിയെന്ന് കാണിച്ച് കൊരട്ടി സ്വദേശിയായ സജീവിനെതിരെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. പൊൻകുന്നം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറി. തിരുവനന്തപുരം SIT ആശുപത്രിയിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിച്ചു. ആശുപത്രിയിലെ ജനറേറ്ററുകൾ പൂർണ്ണമായും ഒഴിവാക്കി. KSEB വൈദ്യുതിയിലാണ് SIT ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ആശുപത്രിയിലെ ട്രാൻസ്ഫോമറിലെ വാക്വം സർക്യൂട്ട് ബ്രേക്കർ മാറ്റി സ്ഥാപിച്ചാണ് പ്രശ്നം പരിഹരിച്ചത്. ജലാശയവുമായി ബന്ധമില്ലാതിരുന്നവർക്കും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടും കേരളത്തിലെ ICMR പഠനം കടലാസിലൊതുങ്ങിയെന്ന് ആരോപണം. ICMR പ്രതിനിധി കേരളത്തിലെത്തി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയതല്ലാതെ പഠനം നടന്നില്ല. 97% മരണനിരക്കുള്ള രോഗത്തിന്റെ കാര്യത്തിലാണ് ഗുരുതരമായ അനാസ്ഥ. ദീപാവലി ആഘോഷങ്ങളോടനുബന്ധിച്ച് യാത്രക്കാരുടെ സൗകര്യാർത്ഥം അധിക അന്തർ സംസ്ഥാന സർവീസുകളുമായി KSRTC. ഒക്ടോബർ 9 മുതൽ നവംബർ 7 വരെയാണ് അധിക സർവീസുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ബാംഗ്ലൂരു, മൈസൂർ, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചും സർവീസ് നടത്താനാണ് തീരുമാനം. മമ്മൂട്ടി താമസിയാതെ CPM ബന്ധം ഉപേക്ഷിക്കുമെന്ന് മുൻ പാർട്ടി സഹയാത്രികൻ ചെറിയാൻ ഫിലിപ്പ്. CPM തങ്ങളുടെ ആവശ്യങ്ങൾക്കായി മമ്മൂട്ടിയെ ഉപയോഗിച്ചെങ്കിലും അദ്ദേഹത്തിന് ഒരിക്കലും മാന്യമായ പരിഗണന നൽകിയിട്ടില്ല. ദേശീയതലത്തിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട അർഹമായ അംഗീകാരം പലപ്പോഴും ലഭിക്കാതെ പോയത് CPM ബന്ധത്തിന്റെ പേരിലാണെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിസ്ഥാനം മാറ്റുന്നതിൽ അതൃപ്തി പ്രകടമാക്കി മന്ത്രി AK ശശീന്ദ്രൻ. തീരുമാനം വരുന്നതിന് മുമ്പേ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്നവർ അത് ഉചിതമാണോ എന്ന് ആലോചിക്കണമെന്ന് ശശീന്ദ്രൻ പറഞ്ഞു. മന്ത്രിസ്ഥാനം ഒഴിയുന്നതിൽ നേതൃത്വത്തിന് എപ്പോൾ വേണമെങ്കിലും തീരുമാനമെടുക്കാമെന്ന് വ്യക്തമാക്കിയ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയുന്നതിൽ തനിക്ക് വൈമനസ്യം ഇല്ലെന്നും കൂട്ടിച്ചേർത്തു. പോക്സോ കേസിൽ മോൻസൺ മാവുങ്കലിനെ വെറുതെ വിട്ടു. രണ്ടാമത്തെ പോക്സോ കേസിലാണ് പെരുമ്പാവൂർ പോക്സോ കോടതി വിധി പറഞ്ഞത്. ഈ കേസിലെ ഒന്നാം പ്രതി ജോഷി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. മോൻസൺ മാവുങ്കലിനെതിരെ പ്രേരണാ കുറ്റമാണ് ചുമത്തിയിരുന്നത്. KSRTC സ്വിഫ്റ്റ് ബസ്സുകളിലെ ജീവനക്കാരെക്കുറിച്ചുള്ള പരാതികൾ കൂടുന്നുവെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. അശ്രദ്ധയോടെയുള്ള ഡ്രൈവിംഗ്, കണ്ടക്ടറുടെ മോശം പെരുമാറ്റം എന്നിങ്ങനെയാണ് കൂടുതൽ പരാതികളും. വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ജനങ്ങളോട് ചട്ടമ്പിത്തരമൊന്നും കാണിക്കേണ്ടെന്നും കൃത്യമായ നിയമ നടപടികളുടെ വഴി സ്വീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. തമിഴ് സിനിമാ താരം വിജയുടെ പാർട്ടി തമിഴക വെട്രിക്കഴകത്തിന്റെ പതാകയ്ക്കെതിരായ പരാതി തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മായാവതിയുടെ പാർട്ടിയായ ബഹുജൻ സമാജ്വാദി പാർട്ടിയാണ് TVKയുടെ പതാകയ്ക്കെതിരെ പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നത്. TVK പതാകയിൽ അപാകതകൾ ഇല്ലെന്നും TVKയുടെ പതാക മാറ്റേണ്ട ആവശ്യമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. തമിഴക വെട്രിക്കഴകത്തിന്റെ പതാകയിലെ ആന തങ്ങളുടെ ചിഹ്നമാണ് എന്നായിരുന്നു BSPയുടെ പരാതി. രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തിക്ക്. കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് ആണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകളെ പരിഗണിച്ച് മിഥുൻ ചക്രവർത്തിക്ക് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നൽകാൻ ജൂറി തീരുമാനിച്ചതായി മന്ത്രി എക്സിൽ കുറിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താഴെയിറക്കാതെ മരിക്കില്ലെന്ന പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി അമിത്ഷാ. അനാവശ്യമായി പ്രധാനമന്ത്രിയെ വിഷയത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയാണെന്നും മോദിയെ കോൺഗ്രസുകാർക്ക് എത്ര ഭയവും വെറുപ്പും ആണെന്നതിന് തെളിവാണിതെന്നും അമിത്ഷാ പറഞ്ഞു. മോദിയും താനും ഖാർഗെയുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നുവെന്നും 2047 വികസിത ഭാരതം കാണാൻ ഖാർഗെയ്ക്ക് കഴിയട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. ഹരിയാന മുൻ മന്ത്രി രഞ്ജിത് സിംഗ് ചൌട്ടാലയെയും മറ്റ് 7 നേതാക്കളെയും 6 വർഷത്തേക്ക് BJPയിൽ നിന്ന് പുറത്താക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രരായി മത്സരിക്കുമെന്ന് ഇവർ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് പുറത്താക്കിയത്. കോടതിയെ അഭിസംബോധന ചെയ്യുമ്പോൾ യാ എന്ന വാക്ക് ഉപയോഗിച്ചതിന് അഭിഭാഷകനെ ശകാരിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. യാ പ്രയോഗം തനിക്ക് അലർജി ഉണ്ടാക്കുന്നതാണെന്നും ഇത് കോടതി മുറിയാണ്, കഫേ അല്ലെന്നും യെസ് എന്ന് പറയണമെന്നും ചീഫ് ജസ്റ്റിസ് ഓർമ്മിപ്പിച്ചു.
കനത്ത മഴയെ തുടർന്ന് മധ്യകിഴക്കൻ നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും മരണം 148ആയി. 64 പേരെ കാണാതായിട്ടുണ്ട്. കാഠ്മണ്ഡു താഴ്വരയിലാണ് പ്രളയം കനത്ത നാശം വിതച്ചത്. ഇവിടെ നിന്ന് 3626 പേരെ സൈന്യം രക്ഷിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തിച്ചു. ഇസ്രായേൽ ഞായറാഴ്ച നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 105 പേർ കൊല്ലപ്പെട്ടതായി ലബനീസ് ആരോഗ്യ മന്ത്രാലയം. സംഘർഷം തുടങ്ങിയതിനു ശേഷം ജനവാസ മേഖലയിൽ ഇസ്രായേൽ നടത്തുന്ന ആദ്യ ആക്രമണമാണിതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഖത്തർ എയർലൈൻസിന്റെയും ഇസ്രായേൽ വിമാന കമ്പനിയായ എൽ അല്ലിന്റെയും ബോയിംഗ് 707 വിമാനങ്ങൾ അപകടകരമാംവിധം നേർക്കുനേർ പറന്നതായി കണ്ടെത്തൽ. മാർച്ച് 24-ന് അറബിക്കടലിന് മുകളിൽ 35,000 അടി ഉയരത്തിലാണ് സംഭവമുണ്ടായത്. ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ സംഭവത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ ഭൂമിയിലെത്തിക്കാനുള്ള ദൗത്യത്തിന്റെ ആദ്യഘട്ടം വിജയം. സ്പേസ് എക്സ് പേടകം ISSലെത്തിയെങ്കിലും സുനിതയുടെയും വിൽമോറിന്റെയും വരവ് വൈകും. അടുത്ത വർഷം ഫെബ്രുവരിയിലെ പേടകം ഇവരുമായി ഭൂമിയിലേക്ക് യാത്ര തിരിക്കും. 2-ലധികം ദിവസം മഴ തടസ്സപ്പെടുത്തിയ രണ്ടാം ടെസ്റ്റിന്റെ 4-ാം ദിനം ബംഗ്ലാദേശ് 233-ന് പുറത്ത്. 3 വിക്കറ്റ് നഷ്ടത്തിൽ 107 റൺസ് എന്ന നിലയിൽ 4-ാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ബംഗ്ലാദേശിനെ മൊമിനുൽ ഹക്കിന്റെ സെഞ്ചുറിയാണ് കരുത്തായത്. 1-ാം ഇന്നിംഗ്സ് ആരംഭിച്ച ഇന്ത്യ തകർപ്പൻ അടികളിലൂടെ സ്കോറിംഗ് വേഗം കൂട്ടാനുള്ള ശ്രമത്തിലാണ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ വെറും 16 ഓവറിൽ 138-ന് 2 എന്ന നിലയിലാണ് ഇന്ത്യ. 51 പന്തിൽ 72 റൺസ് എടുത്ത് പുറത്തായ യശസ്വി ജയ്സ്വാളാണ് ഇന്ത്യൻ സ്കോറിംഗ് വേഗം കൂട്ടിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന് ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.